ഇന്നത്തെ നമ്മുടെ ലെസൺ വളരെ ബേസിക് ലെവലിലുള്ള ഒരു ലെസണാണ്. വിച്ച് എന്ന വാക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? വിച്ച് എന്നാൽ ഏത്. അപ്പോൾ അത് ഏതെല്ലാം തരത്തിലാണ് ഉപയോഗിക്കേണ്ടത്? പിന്നെ വിച്ചിന് മുന്നിലായിട്ട് ചില പ്രിപ്പോസിഷൻസും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഓഫ് വിച്ച്, എബൌട്ട് വിച്ച്, ഫ്രം വിച്ച് എന്നൊക്കെ. അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെസൺസിലെ ഓരോ എക്സാമ്പിളായിട്ട് അത് നോക്കാം. ആദ്യം വിച്ച്, അതിൻ്റെ മീനിങ് ഏത് എന്നാണ്. അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ആദ്യമായിട്ട് ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കാം. ഡിറ്റർമിനർ, ആസ് എ ഡിറ്റർമിനർ. എന്താണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത്? അത് ഒരു അഡ്ജക്റ്റീവ് പോലെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഒരു നൗണിനെ പറ്റി എന്തെങ്കിലും പറയുന്നത്, എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് ഡിറ്റർമിനർ. ഡിറ്റർമിനർ എപ്പോഴും ആ നൗണിന് മുന്നിലായിട്ടാണ് വയ്ക്കുന്നത്. ഡിറ്റർമിനർ കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നത്. അപ്പോൾ ആദ്യം വിച്ച് എങ്ങനെയാണ് ഒരു ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വിച്ച് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏത് ബുക്ക് എന്നല്ലേ. അപ്പോൾ അവിടെ വിച്ച് എന്നത് ഡിറ്റർമിനറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് ബുക്ക്, ബുക്ക് എന്നത് നൗണാണ്, അതിന് മുന്നിലായിട്ട് ഡിറ്റർമിനർ ഉപയോഗിച്ചു. വിച്ച് കാർ എന്ന് പറയുമ്പോൾ അവിടെയും ഡിറ്റർമിനറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വിച്ച് കാർ, വിച്ച് മൊബൈൽ, വിച്ച് കളർ എന്നൊക്കെ പറയുമ്പോൾ വിച്ച് എന്നത് ഡിറ്റർമിനറായിട്ടാണ് ഉപയോഗിക്കുന്നത്. വിച്ച് കാർ ഡു യു ലൈക്ക്, നിങ്ങൾക്ക് ഏത് കാറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വിച്ച് കളർ ഡു യു വാണ്ട്, നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്. വിച്ച് ഗേൾ, വിച്ച് ബോയ്, വിച്ച് ലേഡി, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വിച്ച് ബുക്ക് ഡിഡ് യു ബൈ യെസ്റ്റർഡേ, ഇന്നലെ നിങ്ങൾ ഏത് ബുക്കാണ് വാങ്ങിയത്. വിച്ച് കാർ ഡു യു വാണ്ട് ടു ഡ്രൈവ്, നിങ്ങൾക്ക് ഏത് കാറ് ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ്. വിച്ച് ക്യാമറ ഡു യു യൂസ്, നിങ്ങൾ ഏത് ക്യാമറയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെയൊക്കെ നോക്കൂ, വിച്ച് ക്യാമറ, വിച്ച് കാർ, അവിടെയൊക്കെ വിച്ച് അവിടെ ഡിറ്റർമിനറാണ്. ഇപ്പോൾ വിച്ച് കാർ ഡു യു ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ വിച്ച് കാർ എന്ന് കഴിഞ്ഞിട്ടാണ് ഹെൽപ്പിംഗ് വേർബ് ഡു വന്നിരിക്കുന്നത്. വിച്ച് ബുക്ക് ഡിഡ് യു ബൈ എന്ന് പറയുമ്പോൾ വിച്ച് ബുക്ക് എന്ന് കഴിഞ്ഞിട്ടാണ് ഡിഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് വിച്ച് എന്ന വാക്കിൻ്റെ ഡിറ്റർമിനർ ആയിട്ടുള്ള ഉപയോഗം. ഇനി അടുത്തത് വിച്ച് ഉപയോഗിക്കുന്നത് ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ്. എന്താണ് ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺ? ഫോർ എക്സാമ്പിൾ വിച്ച് ഈസ് യുവർ കാർ, ഏതാണ് നിങ്ങളുടെ കാർ. വിച്ച് ഈസ് യുവർ കാർ, അവിടെ അത് വിച്ച് എന്നത് ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺ ആണ്. നോക്കൂ, അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഹെൽപ്പിംഗ് വേർബ് വന്നത്. വിച്ച് കഴിഞ്ഞിട്ട് ഈസ് ഹെൽപ്പിംഗ് വേർബ് വന്നു. വിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഹെൽപ്പിംഗ് വേർബ് വന്നു. വിച്ച് ഈസ് യുവർ ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ വിച്ച് എന്നത് സബ്ജക്റ്റാണ്, അവിടെ ഈസ് എന്നത് ഹെൽപ്പിംഗ് വേർബും ആണ്. അപ്പോൾ വിച്ച് എന്നത് അവിടെ അതൊരു ഇൻ്ററോഗേറ്റീവ് പ്രോനൗണാണ്. ആ ഒരു പ്രോനൗൺ അവിടെ സബ്ജക്റ്റായിട്ട് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നു. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു നൗൺ ആകാം, അതൊരു പ്രോനൗൺ ആകാം, അതൊരു നൗൺ ഫ്രേസ് ആകാം, നൗൺ ക്ലോസ് ആകാം, അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ ഇവിടെ വിച്ച് എന്നത് സബ്ജക്റ്റാണ്, അത് ഒരു പ്രോനൗൺ ആണ്. വിച്ച് ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുമ്പോൾ വിച്ച് കാർ, വിച്ച് ബുക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഒരു നൗൺ ആണ് വന്നത്. പക്ഷേ ഇൻ്ററോഗേറ്റീവ് പ്രോനൗൺ ആയിട്ട് വിച്ച് ഉപയോഗിക്കുമ്പോൾ വിച്ച് കഴിഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബാണ് ഉപയോഗിക്കുന്നത്. വിച്ച് ഈസ് യുവർ ബുക്ക്, ഈസ് വന്നു. ഇനി വിച്ച് എന്നതിൻ്റെ അടുത്ത യൂസ് ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ്. അപ്പോൾ അവിടെ ഏത് എന്ന മീനിങ് അല്ല വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ വാണ്ട് ടു ബൈ, ഇതാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ച ബുക്ക് എന്നല്ലേ. ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ വാണ്ട് ടു ബൈ. ഏത് ബുക്കാണോ ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചത് അതാണ് ഈ ബുക്ക്. ഏത് ബുക്കാണോ ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചത് അതാണ് ഇത്. ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ വാണ്ട് ടു ബൈ. വിച്ച് ഐ വാണ്ട് ടു ബൈ, അവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ദ പെൻ വിച്ച് യു ആർ ലുക്കിംഗ് ഫോർ ഈസ് ഹിയർ, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ പെൻ ഇവിടെയുണ്ട്. ദ പെൻ വിച്ച് you are looking for is here.
അവിടെയും റിലേറ്റീവ് പ്രോനൗൺ ആണ് വിച്ച്. ദിസ് ഈസ് ദ ലാപ്ടോപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ എഡിറ്റിംഗ്. എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഇതാണ്. ദിസ് ഈസ് ദ ലാപ്ടോപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ എഡിറ്റിംഗ്. അപ്പോൾ വിച്ച് എന്നതിൻ്റെ 3 യൂസസ് നമ്മൾ പഠിച്ചു. അതിന് ഒരു ഡിറ്റർമിനർ ആയിട്ട് ഉപയോഗിക്കാം, അതിന് ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കാം, ഒരു ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ആയിട്ടും ഉപയോഗിക്കാം. ഡിറ്റർമിനർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വിച്ച് കാർ ഡു യു വാണ്ട് ടു ബൈ. ഡു എന്നത് ഹെൽപ്പിംഗ് വേർബാണ്. ഇനി ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വിച്ച് ഈസ് യുവർ കാർ. നോക്കൂ, വിച്ച് അവിടെ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ആണ്. വിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഹെൽപ്പിംഗ് വേർബ് വന്നു, ഈസ്. ഇനി റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ദിസ് ഈസ് ദ കാർ വിച്ച് ഐ വാണ്ട് ടു ബൈ. ഇതാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറ്. അപ്പോൾ വിച്ച് ഒരു റിലേറ്റീവ് ക്ലോസിൻ്റെ ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് 3 യൂസസും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറെ ചില കാര്യങ്ങൾ നോക്കാം. വിച്ചിനോട് പെയർ ചെയ്തിട്ട് വരുന്ന കുറേ പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഒരുപാട് പ്രിപ്പോസിഷൻസ് വിച്ചിനോട് ചേർന്ന് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ വിച്ച്, എബൌട്ട് വിച്ച്, ആഫ്റ്റർ വിച്ച്, ടു വിച്ച്, അറ്റ് വിച്ച്, ഓഫ് വിച്ച്. അങ്ങനെ ഒരുപാട് പ്രിപ്പോസിഷൻസ് അങ്ങനെ നമുക്ക് പെയർ ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം ഫോർ വിച്ച് എന്ന് പറയുമ്പോൾ ഏത് വസ്തുവിന് വേണ്ടി. ഫോർ വിച്ച് മൊബൈൽ എന്ന് ചോദിച്ചാൽ ഏത് മൊബൈലിന് വേണ്ടി. ഫോർ വിച്ച് കാർ എന്ന് ചോദിച്ചാൽ ഏത് കാറിന് വേണ്ടി. ഫോർ വിച്ച് ക്യാമറ എന്ന് ചോദിച്ചാൽ ഏത് ക്യാമറയ്ക്ക് വേണ്ടി. അങ്ങനെയാണ്. അത് നമുക്ക് ഫോർ വിച്ച് ക്യാമറ ഡു യു വാണ്ട് ടു ബൈ ബാറ്ററി. ഫോർ വിച്ച് ലാപ്ടോപ്പ് ആർ യു ഗോയിങ് ടു ബൈ ചാർജർ. നിങ്ങൾ ചാർജർ വാങ്ങാൻ പോകുന്നത് ഏത് ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ്. ഫോർ വിച്ച് ലാപ്ടോപ്പ് ആർ യു ഗോയിങ് ടു ബൈ ചാർജർ. ഫോർ വിച്ച് ലാപ്ടോപ്പ്. ഫോർ വിച്ച് മാർക്കർ ആർ യു ബൈയിങ് ദ ഇങ്ക്. ഏത് മാർക്കറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ക് വാങ്ങുന്നത്. അപ്പോൾ ഏതിന് വേണ്ടി, ഏത് വസ്തുവിന് വേണ്ടി എന്ന മീനിങ് ആണ് അവിടെ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദ മാർക്കർ ഫോർ വിച്ച് ഐ വാണ്ട് ടു ബൈ ദ ഇങ്ക്. ഇവിടെ നോക്കൂ, ഏത് മാർക്കറിന് വേണ്ടിയാണോ ഞാൻ ഇങ്ക് വാങ്ങുന്നത് അതാണ് ഈ മാർക്കർ എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ ഒരു റിലേറ്റീവ് ക്ലോസിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ മാർക്കർ ഫോർ വിച്ച് ഐ വാണ്ട് ടു ബൈ ദ ഇങ്ക്. ഞാൻ ഇങ്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഏത് മാർക്കറിന് വേണ്ടിയാണോ അതാണ് ഇത് എന്ന മീനിങ് വന്നു. ഫോർ വിച്ച് എന്നത് അവിടെ റിലേറ്റീവ് ക്ലോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഉപയോഗിക്കാം. ദിസ് ഈസ് ദ റൂം ഫോർ വിച്ച് ഐ വാണ്ട് ഫർണിച്ചർ. ഈ റൂമിന് വേണ്ടിയിട്ടാണ്, ഏത് റൂമിന് വേണ്ടിയിട്ടാണോ എനിക്ക് ഫർണിച്ചർ ആവശ്യമുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഫർണിച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതാണ് ഈ റൂം. ദിസ് ഈസ് ദ റൂം ഫോർ വിച്ച് ഐ വാണ്ട് ടു ബൈ ഫർണിച്ചർ. ഞാൻ ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഏത് റൂമിന് വേണ്ടിയാണോ അതാണിത് എന്ന മീനിങ് ആണ് അവിടെയും അത് ഒരു റിലേറ്റീവ് ക്ലോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് റൂമിന് വേണ്ടിയാണോ. ഫോർ വിച്ച് റൂം ഡു യു വാണ്ട് ടു ബൈ ഫർണിച്ചർ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അടുത്ത സെൻറ്റൻസ് ദിസ് ഈസ് ദ റൂം ഫോർ വിച്ച് ഐ വാണ്ട് ടു ബൈ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അവിടെ അതൊരു റിലേറ്റീവ് ക്ലോസ് ആയിട്ട് മാറി. റിലേറ്റീവ് ക്ലോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ റൂം ഫോർ വിച്ച് ഐ നീഡ് എ ബെഡ്. എനിക്ക് ഒരു ബെഡ് ആവശ്യമുള്ള റൂം ഏതാണോ അത് ഇതാണ് എന്നാണ് അവിടെ മീനിങ് വരുന്നത്. ദിസ് ഈസ് ദ ബെഡ് ഫോർ വിച്ച് ഐ നീഡ് എ ബെഡ്ഷീറ്റ്. എനിക്ക് ഒരു ബെഡ്ഷീറ്റ് ആവശ്യമുള്ളത് ഏത് ബെഡിനാണോ അതാണ് ഇത്. ദിസ് ഈസ് ദ ബെഡ് ഫോർ വിച്ച് ഐ നീഡ് എ ബെഡ്ഷീറ്റ്. ദിസ് ഈസ് ദ ഡോർ ഫോർ വിച്ച് ഐ വാണ്ട് ടു ബൈ പെയിൻറ്റ്. ഞാൻ പെയിൻറ്റ് വാങ്ങാൻ പോകുന്നത് ഏത് ഡോറിന് ആണോ അതാണ് ഈ ഡോർ. ദിസ് ഈസ് ദ ഡോർ ഫോർ വിച്ച് ഐ വാണ്ട് ടു ബൈ പെയിൻറ്റ്. ഇനി അടുത്തത് ആഫ്റ്റർ വിച്ച്. ആഫ്റ്റർ വിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഹീ സ്ലാപ്ഡ് മീ ആഫ്റ്റർ വിച്ച് ഐ ഗോട്ട് ആംഗ്രി. ഹീ സ്ലാപ്ഡ് മീ, അവൻ എന്നെ അടിച്ചു. ആഫ്റ്റർ വിച്ച് ഐ ഗോട്ട് ആംഗ്രി, അതിന് ശേഷമാണ് എനിക്ക് ദേഷ്യം വന്നത്. അപ്പോൾ ഐ ഗോട്ട് ആംഗ്രി എന്നത് അതിൻ്റെ റിസൾട്ടാണ്. ഒരു കാര്യം നടന്നു, അതിനുശേഷം വേറൊരു കാര്യം നടക്കുന്നു. ഹീ സ്ലാപ്ഡ് മീ ആഫ്റ്റർ വിച്ച് ഐ ഗോട്ട് ആംഗ്രി. അപ്പോൾ ഹീ സ്ലാപ്ഡ് മീ ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് ആംഗ്രി എന്നാണ് മീനിങ്. അത് നമ്മൾ ആഫ്റ്റർ വിച്ച് ഐ ഗോട്ട് ആംഗ്രി എന്നാക്കുമ്പോൾ ഇപ്പോൾ ഹീ സ്ലാപ്ഡ് മീ ഒരു സെൻറ്റൻസ് ആണ്, ഐ ഗോട്ട് ആംഗ്രി വേറൊരു സെൻറ്റൻസ് ആണ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നു.
അപ്പോൾ ഹീ സ്ലാപ്ഡ് മീ ആഫ്റ്റർ വിച്ച് ഐ ഗോട്ട് ആംഗ്രി. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയി മാറി, അത് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് മാറി ആഫ്റ്റർ വിച്ച് ഉപയോഗിച്ചപ്പോൾ. ഹിസ് ഫാദർ സ്കോൾഡഡ് ഹിം. ആഫ്റ്റർ ദാറ്റ് ഹീ വെൻറ്റ് ഔട്ട്. ഹിസ് ഫാദർ സ്കോൾഡഡ് ഹിം. അവൻ്റെ ഫാദർ അവനെ വഴക്കു പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഹീ വെൻറ്റ് ഔട്ട്. അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് സെൻറ്റൻസിനെയും ഒരുമിച്ച് ചേർക്കാം. ഹിസ് ഫാദർ സ്കോൾഡഡ് ഹിം ആഫ്റ്റർ വിച്ച് ഹീ ലെഫ്റ്റ്, ഹീ വെൻറ്റ് ഔട്ട്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ഒരുമിച്ച് ചേർന്നു, ഒരേ മീനിങ് തന്നെ കിട്ടി. അപ്പോൾ ഹീ വെൻറ്റ് ഔട്ട് എന്നത് അതിൻ്റെ റിസൾട്ടാണ്. ഒരു കാര്യം സംഭവിച്ചു, അതിൻ്റെ റിസൾട്ടാണ് ഹീ വെൻറ്റ് ഔട്ട്. എന്താ കാര്യം സംഭവിച്ചത്? ഹിസ് ഫാദർ സ്കോൾഡഡ് ഹിം. ഹീ ലോസ്റ്റ് 2000 rupees ആഫ്റ്റർ വിച്ച് ഹി വാസ് ബീറ്റൺ. ഹീ ലോസ്റ്റ് 2000 rupees. അവന് 2000 rupees നഷ്ടമായി. ആഫ്റ്റർ വിച്ച് ഹി വാസ് ബീറ്റൺ. അതിനുശേഷം അവൻ മർദ്ദിക്കപ്പെട്ടു, അവനെ ബീറ്റ് ചെയ്തു. അപ്പോൾ ബീറ്റ് ചെയ്തു എന്ന കാര്യം, അവൻ അടികൊണ്ടു എന്ന കാര്യം നടക്കുന്നത് 2000 rupees നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. ഹീ ലോസ്റ്റ് 2000 rupees ആഫ്റ്റർ വിച്ച് ഹി വാസ് ബീറ്റൺ. ഇനി അടുത്തത് ഓഫ് വിച്ച്. ഓഫ് എന്ന പ്രപ്പോസിഷൻ വിച്ചിന് മുന്നിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് എങ്ങനെയാണ് വരുന്നത്? ദിസ് ഈസ് ദ ചെയർ ഓഫ് വിച്ച് വൺ ലെഗ് ഈസ് ബ്രോക്കൺ. ഇതാണ് ആ ചെയർ. ഏത് ചെയർ? ഓഫ് വിച്ച് വൺ ലെഗ് ഈസ് ബ്രോക്കൺ. ഒരു ലെഗ്, ഒരു കാല് പൊട്ടിപ്പോയിട്ടുള്ള, ബ്രേക്ക് ആയിട്ടുള്ള ആ ചെയറാണിത്. ദിസ് ഈസ് ദ ചെയർ ഓഫ് വിച്ച് വൺ ലെഗ് ഈസ് ബ്രോക്കൺ. ദ ഹൗസ് ഓഫ് വിച്ച് ദ കളർ ഈസ് അട്രാക്റ്റീവ് ഈസ് മൈൻ. ദ ഹൗസ്, ഒരു ഹൗസിനെ പറ്റിയാണ് പറയുന്നത്. ആ ഹൗസിന് എന്താ പ്രത്യേകത? ഓഫ് വിച്ച് ദ കളർ ഈസ് അട്രാക്റ്റീവ്. ആ കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുള്ള വീട് എൻ്റെയാണ്. The house of which the color is attractive is mine. Color of the house. അടുത്തത് ഇൻ വിച്ച്. ഇൻ എന്ന പ്രപ്പോസിഷൻ വിച്ച് എന്ന വാക്കിന് മുന്നിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇൻ വിച്ച്. ഇതും നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ഇൻ വിച്ച് റൂം ഡു യു സ്ലീപ്പ്. ഏത് റൂമിലാണ് നിങ്ങൾ ഉറങ്ങാറുള്ളത്? ഇൻ വിച്ച് ബാത്റൂം ഡു യു ടേക്ക് ബാത്ത്. ഏത് ബാത്റൂമിലാണ് നിങ്ങൾ കുളിക്കാറുള്ളത്? അവിടെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇൻ വിച്ച് റൂം എന്നത്. ഇൻ വിച്ച് റൂം, ഇൻ വിച്ച് ബാത്റൂം എന്നൊക്കെ. ദിസ് ഈസ് ദ റൂം ഇൻ വിച്ച് ഐ സ്ലീപ്പ്. ഈ റൂമിലാണ് ഞാൻ ഉറങ്ങാറുള്ളത്. ഇൻ വിച്ച് ഐ സ്ലീപ്പ് ഇൻ ദിസ് റൂം എന്നാണ് അവിടെ പറയുന്നത്. ദിസ് ഈസ് ദ റൂം ഇൻ വിച്ച് ഐ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉറങ്ങാറുള്ളത് ഈ റൂമിലാണ്. ഐ സ്ലീപ്പ് ഇൻ ദിസ് റൂം. അവിടെ ഇൻ എന്ന പ്രപ്പോസിഷനാണ് വേണ്ടത്. അപ്പോൾ ഇൻ വിച്ച് എന്ന് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ സോ എ മൂവി. ഐ സോ എ മൂവി. ഞാനൊരു മൂവി കണ്ടു. ഇൻ ദിസ് മൂവി ദ വില്ലൻ ഗോസ് ടു ജയിൽ. ഈ മൂവിയിൽ വില്ലൻ ജയിലിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് സെൻറ്റൻസ് ആണ്. ഇതിന് നമുക്ക് ഒരുമിച്ച് പറയാം. ഐ സോ എ മൂവി ഇൻ വിച്ച് ദ വില്ലൻ ഗോസ് ടു ജയിൽ. അടുത്തത് ഓൺ വിച്ച്. ദിസ് ഈസ് ദ ബെഞ്ച് ഓൺ വിച്ച് ഐ സിറ്റ്. ഈ ബെഞ്ചിലാണ് ഞാൻ ഇരിക്കാറുള്ളത്. അവിടെ ഓൺ വിച്ച്, കാരണം ബെഞ്ചിൽ ഇരിക്കുക ഓൺ ദ ബെഞ്ച് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ദിസ് ഈസ് ദ ബെഞ്ച് ഓൺ വിച്ച് ഐ സിറ്റ് എന്ന് പറയുന്നത്. ഐ സിറ്റ് ഓൺ ദ ബെഞ്ച് എന്നല്ലേ പറയുക. ഓൺ എന്ന പ്രപ്പോസിഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഓൺ വിച്ച് എന്ന് ഉപയോഗിച്ചത്. ദിസ് ഈസ് ദ ബെഞ്ച് ഓൺ വിച്ച് ദ കാറ്റ് വാസ് സിറ്റിംഗ്. ഈ ബെഞ്ചിലാണ് ആ കാറ്റ് ഇരുന്നിരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഓൺ വിച്ച് ബെഞ്ച് വേർ യു സിറ്റിംഗ്. നിങ്ങൾ ഏത് ബെഞ്ചിലാണ് ഇരുന്നിരുന്നത്? ഓൺ വിച്ച് ബെഞ്ച് വേർ യു സിറ്റിംഗ്. ഓൺ വിച്ച് ബെഞ്ച് വാസ് ഹി സിറ്റിംഗ്. അവൻ ഏത് ബെഞ്ചിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഓൺ വിച്ചിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് വൺ ബൈ വിച്ച്. ദ ബൈക്ക് ബൈ വിച്ച് യു ആർ ഗോയിങ് ഈസ് വെരി എക്സ്പെൻസീവ്. ദ ബൈക്ക് ബൈ വിച്ച് യു ആർ ഗോയിങ്. ഏത് ബൈക്കാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ബൈ വിച്ച് യു ആർ ഗോയിങ് ഈസ് എക്സ്പെൻസീവ്, വളരെ വില പിടിച്ചതാണ്. ഇനി വിത്ത് വിച്ച്. വിത്ത് വിച്ച് പെൻ ഡു യു റൈറ്റ്. ഏത് പെൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എഴുതുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് വിച്ച് പെൻ ഡു യു റൈറ്റ്. ഇനി വിത്ത് വിച്ച് നൈഫ് ആർ യു കട്ടിംഗ് ദ വെജിറ്റബിൾസ്. ഏത് നൈഫ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്? വിത്ത് വിച്ച് പെൻസിൽ ഡു യു ഡ്രോ. നിങ്ങൾ ഏത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കാറുള്ളത്? ഇനി അറ്റ് വിച്ച്. അറ്റ് വിച്ച് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഷീ ഷോഡ് ഹിം ദ ഹോസ്പിറ്റൽ. ഷീ
was born at that hospital. ഇത് രണ്ട് സെന്റൻസ്. She showed him the hospital. അവൾ ആ ഹോസ്പിറ്റൽ അവനെ കാണിച്ചു. She was born at that hospital. ആ ഹോസ്പിറ്റലിലാണ് അവൾ ജനിച്ചത്. അപ്പോൾ അതിന് നമുക്ക് ഒരു സെന്റൻസ് ആയിട്ട് പറയാം. She showed him the hospital at which she was born. ഏത് ഹോസ്പിറ്റലിലാണോ അവൾ ജനിച്ചത് ആ ഹോസ്പിറ്റൽ അവനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടാണ് അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറൊരു സെന്റൻസ് അറ്റ് വിച്ച് എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഐ സ്പോക്ക് അറ്റ് ദ നോയ്സി പാർട്ടി. അതായത് വളരെ ബഹളമുള്ളൊരു പാർട്ടിയിൽ ഞാൻ സംസാരിച്ചു എന്നാണല്ലോ. ഇത് നമുക്ക് ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് അറ്റ് വിച്ച് എന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. ദ പാർട്ടി അറ്റ് വിച്ച് ഐ സ്പോക്ക് വാസ് നോയ്സി. അറ്റ് വിച്ച് എന്ന് ഉപയോഗിച്ചു. ഇവിടെ ആ ലൊക്കേഷൻ അറ്റ് വിച്ച് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ ലൊക്കേഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്. വി ഡ്രോവ് ടു എ ടൗൺ 50 കിലോമീറ്റേഴ്സ് എവേ. ഞങ്ങൾ ഒരു ടൗണിലേക്ക് ഒരു 50 കിലോമീറ്റേഴ്സ് എവേ ദൂരെയുള്ള ഒരു ടൗണിലേക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയി. വി ഡ്രൈവ് ടു എ ടൗൺ 50 കിലോമീറ്റേഴ്സ് എവേ. ടു എ ടൗൺ, ടു എന്ന പ്രപ്പോസിഷനാണ് അവിടെ ഉപയോഗിച്ചത്. നമുക്കത് വേറൊരു തരത്തിൽ ടു വിച്ച് എന്ന് ഉപയോഗിച്ചുകൊണ്ട് പറയാം. ദ ടൗൺ ടു വിച്ച് വി ഡ്രോവ് വാസ് 50 കിലോമീറ്റേഴ്സ് എവേ. ദ ടൗൺ ടു വിച്ച് we drove was 50 kilometers away. From which here are 5 designs. ഇവിടെ 5 ഡിസൈൻസ് ഉണ്ട്. യു ക്യാൻ ചൂസ് 1. നിങ്ങൾക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കാം എന്നാണ് അതിൻ്റെ മീനിങ്. ഹിയർ ആർ 5 ഡിസൈൻസ് ഫ്രം വിച്ച് യു ക്യാൻ ചൂസ് 1. നോക്കൂ, ഒരു സെൻറ്റൻസ് ആയി മാറിയില്ലേ? അപ്പോൾ ഇന്ന് വിച്ച് എന്ന വേർഡ് ഉപയോഗിക്കുന്നത് പല ഡിഫറെൻറ്റ് വേസിൽ ഉപയോഗിക്കാം എന്ന് പഠിച്ചു. പിന്നെ പ്രപ്പോസിഷൻസുമായിട്ട് പെയർ ചെയ്ത് വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ട കുറേ സിറ്റുവേഷൻസും പഠിച്ചു. അവിടെയും അത് ഒരു റിലേറ്റീവ് പ്രോനൗണായിട്ടും ഇൻട്രോഗേറ്റീവ് പ്രോനൗണായിട്ടും ഒക്കെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു.